ആൽക്കഹോൾസിൻ്റെയും ഫീനോൾസിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സ്ട്രക്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആൽക്കഹോളുകളെ പറ്റി തന്നെ പഠിക്കാം. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ OH ഗ്രൂപ്പിലുള്ള ഓക്സിജൻ ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള കാർബൺ ആറ്റവുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ആൽക്കഹോളുകളെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ROH എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബൺ ആറ്റത്തോടാണ് OH ഗ്രൂപ്പിലെ ഓക്സിജൻ ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറിനെ പറ്റി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇൻ ആൽക്കഹോൾസ് ദ ഓക്സിജൻ ആറ്റം ഓഫ് ദിസ് OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം ബൈ എ സിഗ്മ ബോണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലെ O എന്ന് പറയുന്ന ആറ്റം ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബൺ ആറ്റവുമായിട്ട് ഒരു സിഗ്മ ബോണ്ട് വഴിയാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നത്? കാർബൺ ആറ്റത്തിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റലും ഓക്സിജൻ ആറ്റത്തിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത് വഴിയാണ് കാർബൺ ഓക്സിജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൽക്കഹോളിനെ കൺസിഡർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെഥനോൾ ആണ്. എന്താണ് മെഥനോളിൻ്റെ ഫോർമുല? CH3OH അല്ലേ. മെഥനോൾ അഥവാ CH3OH എന്ന് പറയുന്ന ആൽക്കഹോളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം കാർബൺ 3 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് ഇതിലത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബൺ ആറ്റം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലെ ഓക്സിജനുമായിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് നിങ്ങൾക്ക് കാണാം. കാർബൺ ഓക്സിജൻ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് ആണ് 142 പൈക്കോമീറ്റർ. അതുപോലെ തന്നെ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് ആണ് 96 പൈക്കോമീറ്റർ. ഇവിടെ രണ്ട് ബോണ്ടുകളും സിഗ്മ ബോണ്ടുകളാണെങ്കിൽ കൂടി തന്നെ അവയുടെ ബോണ്ട് ലെങ്ത്തിൽ വ്യത്യാസമുള്ളതായിട്ട് കാണാം. ആൽക്കഹോൾസിലെ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് 142 പൈക്കോമീറ്ററും ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് 96 പൈക്കോമീറ്ററുമായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആൽക്കഹോൾസിലെ തന്നെ COH ബോണ്ട് ആംഗിളിനെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കണം. ബോണ്ട് ആംഗിളിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ ബോണ്ടിൽ ഓക്സിജനാണ് നടുക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്സിജൻ കാർബൺ ആറ്റവുമായിട്ടും ഓക്സിജൻ ആറ്റവുമായിട്ടും കാർബൺ ആറ്റവുമായിട്ടും അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റവുമായിട്ടും ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ കാർബൺ ആറ്റവുമായിട്ടും ഹൈഡ്രജൻ ആറ്റവുമായിട്ടും ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ അവയുടെ കയ്യിൽ 4 എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്ന ഇലക്ട്രോൺസ്. ദീസ് 4 ഇലക്ട്രോൺസ് ആർ എക്സിസ്റ്റ് ആസ് 2 ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. 2 ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോണുകളായിട്ടാണ് ഓക്സിജനിൽ എക്സ്ട്രാ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്കൊന്ന് സൂക്ഷിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്സിജൻ ഒരു ബോണ്ട് കാർബൺ ആറ്റമായിട്ട് മറ്റൊരു ബോണ്ട് ഹൈഡ്രജൻ ആറ്റമായിട്ട്, ഇതുകൂടാതെ 2 ലോൺ പെയറുകളുണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം, ഓക്സിജൻ ആറ്റം ഒരു ടെട്രാഹൈഡ്രൽ ജോമെട്രിയിലാണ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. എന്തുകൊണ്ടാണ് ടെട്രാഹൈഡ്രൽ എന്ന് വിളിക്കുന്നത്? ഓക്സിജൻ ആറ്റത്തിൽ 4 ബോണ്ടിങ് നമുക്ക് കാണാം. 4 ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനുമായിട്ട് മാത്രമേ ബോണ്ടുള്ളൂ. ബാക്കി എന്താണ്? എക്സ്ട്രാ ഇലക്ട്രോണുകൾ, ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോണുകളായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ പക്ഷേ ഇവയുടെ ബോണ്ട് ആംഗിളിനെ പറ്റി ചിന്തിക്കുമ്പോൾ ടെട്രാഹൈഡ്രൽ മോളിക്യൂളുകളാണെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് എന്ന ബോണ്ട് ആംഗിളാണ് കാണിക്കേണ്ടത്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ആൽക്കഹോൾസ് ദ ബോണ്ട് ആംഗിൾ COH ഈസ് 108.9 ഡിഗ്രി. ടെട്രാഹൈഡ്രൽ ബോണ്ട് ആംഗിളിനേക്കാളും കുറവായിട്ടുള്ള ഒരു ബോണ്ട് ആംഗിളാണ് COH ബോണ്ട് ആംഗിൾ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ കാരണം? This is due to the repulsion between the lone pair of electrons in the oxygen atom. ഓക്സിജൻ ആറ്റത്തിൽ കാണപ്പെടുന്ന ഈ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾക്ക് രണ്ടിനും സെയിം ചാർജ് തന്നെയാണ് അല്ലേ. 2 ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ് ആണ്. ഈ പെയർ ഓഫ് ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾഷൻ സംഭവിക്കുന്നു. ഇവയ്ക്ക് റിപ്പൾഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ കാർബൺ ഓക്സിജൻ ബോണ്ടും ഓക്സിജൻ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും തമ്മിൽ അട്രാക്ഷൻ വരുന്നു. അപ്പോൾ ഈ ബോണ്ട് റിപ്പൽ ചെയ്യുമ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ബോണ്ട് attract ചെയ്യുന്നു. Bond attract ചെയ്യുമ്പോൾ what happened to the bond angle? The bond angle is reduced to 108 degree 9 minutes. Other than the tetrahedral angle 109 degree 28 minute.
ടെട്രാഹെഡ്രൽ ആംഗിളിനേക്കാൾ കുറവ് ബോണ്ട് ആംഗിളാണ് ആൽക്കഹോൾസ് കാണിക്കുന്നത്. ഇതിൻ്റെ റീസൺ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇൻ ദ കേസ് ഓഫ് ആൽക്കഹോൾസ് ദ COH ബോണ്ട് ആംഗിൾ ഈസ് 108 degree 9 minutes. This is due to the repulsion between the unshared electron pairs of oxygen atom present in the alcohols. This causes lesser the bond angle than the tetrahedral angle. ഫിനോൾസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അതൊന്ന് നോക്കിയാലോ. എന്താണ് ഫിനോൾസ്? ഫിനോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് ഒരു ബെൻസീൻ റിങ്ങിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ OH ഗ്രൂപ്പിലെ ഓക്സിജൻ ആറ്റമാണ് ബെൻസീൻ റിങ്ങിലുള്ള കാർബൺ ആറ്റവുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് ഈ സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത്. OH ഗ്രൂപ്പിലെ ഓക്സിജൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റിലും അതുപോലെ തന്നെ ബെൻസീൻ റിങ്ങിലെ ഈ കാർബൺ ആറ്റത്തിൻ്റെ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കാർബൺ ഓക്സിജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെയുള്ള കാർബൺ ഓക്സിജൻ സിഗ്മ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് പരിശോധിക്കുമ്പോൾ ഇറ്റ് ഈസ് നിയർലി 136 പൈക്കോമീറ്റർ ഇൻ ദ കേസ് ഓഫ് ഫിനോൾസ്. ഫിനോൾസിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 136 പൈക്കോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ ആൽക്കഹോളിൻ്റെ കേസിൽ മെഥനോളിൻ്റെ കേസിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് 142 പൈക്കോമീറ്റർ ആയിട്ട് കണ്ടിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫിനോൾസിൻ്റെ കാര്യത്തിൽ മെഥനോളുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവയുടെ ബോണ്ട് ലെങ്ത് കുറവാണ്. എന്താണ് ഇത്തരത്തിൽ ബോണ്ട് ലെങ്ത് കുറയാനുള്ള കാരണം? ദ ബോണ്ട് ലെങ്ത് ഓഫ് ഫിനോൾ ഈസ് ലെസ് ദാൻ ദ ബോണ്ട് ലെങ്ത് ഓഫ് ആൽക്കഹോൾസ്. ഏത് ബോണ്ട് ലെങ്ത് ആണ്? കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഓഫ് ഫിനോൾ ദാറ്റ് ഈസ് 136 പൈക്കോമീറ്റർ. ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ബോണ്ട് ലെങ്ത് ഇൻ ദ കേസ് ഓഫ് മെഥനോൾ. മെഥനോളിൽ 142 പൈക്കോമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ ബോണ്ട് ലെങ്ത്തിൽ ഇത്രയും കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത്? ഇത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ഡ്യൂ ടു ദ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓൺ അക്കൗണ്ട് ഓഫ് ദ കോൺജുഗേഷൻ ഓഫ് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ഓക്സിജൻ വിത്ത് ദ ആരോമാറ്റിക് റിംഗ്. നമ്മൾ ഫിനോളിൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓക്സിജനിലുള്ള എക്സ്ട്രാ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ കാർബൺ ആറ്റവുമായിട്ട് ഉള്ള ബോണ്ടിൽ കോൺജുഗേഷന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോൺജുഗേഷൻ നടക്കുമ്പോൾ കാർബൺ ഓക്സിജൻ ബോണ്ട് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത്തിനേക്കാൾ കുറവാണ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഡ്യൂ ടു ദ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വിച്ച് അറൈസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് unshared pair of electrons on the oxygen atom. ഓക്സിജൻ ആറ്റത്തിലുള്ള അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ബെൻസീൻ റിങ്ങിലുള്ള കാർബൺ ആറ്റവുമായിട്ട് കോൺജുഗേഷൻ സംഭവിക്കുന്ന ഫലമായിട്ട് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാകുന്നു. അതിനാലാണ് ഇവയുടെ ബോണ്ട് ലെങ്ത് 136 പൈക്കോമീറ്റർ ആയിട്ട് കുറയുന്നത്. ഇതാണ് ഒരു കാരണം. എന്താണ് രണ്ടാമത്തെ കാരണം? രണ്ടാമത്തെ കാരണം ഓക്സിജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റം ബെൻസീൻ റിങ്ങിലെ കാർബൺ ആറ്റം ആണ് അല്ലേ? ഇപ്പോൾ ബെൻസീൻ റിങ്ങിലെ കാർബൺ ആറ്റം നമുക്കറിയാം അത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ദ ബോണ്ട് ലെങ്ത് ഓഫ് ഫിനോൾ ഈസ് ലെസ് ദാൻ മെഥനോൾ എന്ന് പറയുന്നത്. ഇവിടെ ഫിനോളിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി ആണ്. ഇത് ഓൾമോസ്റ്റ് സിമിലർ ടു ദ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ വരുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. അതിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തുന്നുണ്ട് അല്ലേ 109 ഡിഗ്രി എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഫിനോളിൻ്റെ ബോണ്ട് ആംഗിളും ഒന്ന് ഓർത്തിരിക്കണം. ഇങ്ങനെ നമുക്ക് ആൽക്കഹോൾസിൻ്റെ കേസിലും ഫിനോൾസിൻ്റെ കേസിലും അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ സ്ട്രക്ചറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും.